വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് ടുവിലെ ഹ്യൂമൻ ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് സെക്കൻഡറി ആക്ടിവിറ്റീസും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, കാറ്റഗറീസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോർഷൻ നോക്കാം. വാട്ട് ഈസ് സെക്കൻഡറി ആക്ടിവിറ്റീസ്? അപ്പോൾ ദ്വിതീയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്ന ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ആക്ടിവിറ്റീസ് റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ടു വാല്യുബിൾ പ്രോഡക്ട്സ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിനെ വാല്യുബിൾ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റോ മെറ്റീരിയൽസിനെ എന്താക്കി മാറ്റുന്നു? വാല്യുബിൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നു. അസംസ്കൃത വസ്തുവിനെ മൂല്യവർദ്ധിത വസ്തുവാക്കി നമ്മൾ മാറ്റുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താക്കി മാറ്റുന്നു? നമ്മൾ റോ മെറ്റീരിയൽസിനെ നമ്മൾ വാല്യുബിൾ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നോക്കാനുള്ളത് സെക്കൻഡറി ആക്ടിവിറ്റീസിന് നമുക്ക് എന്ത് വേണം? നമുക്ക് റോ മെറ്റീരിയൽസിനെ വാല്യുബിൾ പ്രോഡക്ട്സ് ആക്കണമെങ്കിൽ നമുക്കൊരു പ്രൊഡ്യൂസിങ് യൂണിറ്റ് വേണം. അതായത് നമുക്കൊരു ഇൻഡസ്ട്രിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ, അതായത് മോഡേൺ ആയിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. അപ്പോൾ മോഡേൺ ആയിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്യാരക്ടറാണ് സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽസ് ഓർ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ എന്ത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ആ ഒരു സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറാണ്. അതിൽ നമ്മൾ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മോർ ലേബർ ഇൻറ്റൻസീവായിട്ട് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അറ്റ് ദി സെയിം ടൈം മോഡേൺ ലേബറും ക്യാപിറ്റലും കൂടി രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തും അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽ, ഏത് സ്കില്ലാണ് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഏതാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്യാരക്ടറായിട്ട് നമുക്ക് മോഡേൺ ലാർജ് മാനുഫാക്ചറിങ് സെക്ടറിൽ പറയേണ്ടത്. സെക്കൻഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് മെക്കനൈസേഷൻ. അപ്പോൾ മെക്കനൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് മെഷീൻസ് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് യൂസിങ് ഗാഡ്ജറ്റ്സ് വിച്ച് അക്കംപ്ലിഷ് ടാസ്ക്. നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രവൃത്തിയെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഗാഡ്ജറ്റ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്, മെക്കനൈസേഷൻ എന്നതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെക്കനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഡേൺ ലാർജ് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് എന്ത് പറയാം, മെക്കനൈസേഷൻ പറയാം. മെക്കനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യണം, അതാണ് നമ്മൾ എന്തിൽ പറയുന്നത്, മെക്കനൈസേഷനിൽ പറയുന്നത്. അപ്പോൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളെ ടാസ്കിനെ അക്കംപ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെക്കനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്തായിരുന്നു, സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽ ഓർ മെത്തഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു ഫസ്റ്റ് ക്യാരക്ടറായിട്ട് നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് ക്യാരക്ടറായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്, മെക്കനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. മെക്കനൈസേഷൻ എന്തായിരുന്നു, യൂസിങ് ഗാഡ്ജറ്റ്സ് ടു അക്കംപ്ലിഷ് ടാസ്ക് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെക്കനൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തേതാണ് ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ പുതുതായിട്ട് നമ്മൾ ടെക്നോളജിക്കൽ എന്ത് കൊണ്ടുവരുന്നു, ഒരു ഇന്നൊവേഷൻ കൊണ്ടുവരുന്നു. അപ്പോൾ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ്, ഓരോ യൂണിറ്റും എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുകയും അതിൻ്റെ എഫേർട്ട് കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ സാധിക്കും, നമുക്ക് കൂടുതലായിട്ട് അതിൽ ലാഭം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രി എന്ത് ചെയ്യും, ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനും എന്ത് സഹായിക്കും, ഈ ഒരു ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ സഹായിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ ക്യാരക്ടേഴ്സ് ആയിട്ട് പറഞ്ഞ എന്തൊക്കെയായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞത് സ്പെഷ്യലൈസേഷൻ ഓഫ് സ്കിൽ ഓർ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. സെക്കൻഡ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, സെക്കൻഡ് പറഞ്ഞത് മെക്കനൈസേഷൻ ആയിരുന്നു. തേർഡ് നമ്മൾ പറഞ്ഞ എന്താണ്, ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ.
ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള സെഗ്മെന്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. അപ്പോൾ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഇനിയുള്ള ഈ ഒരു സെക്ഷനിൽ നോക്കാനായിട്ടുള്ളത്. അതായത് ഒരു ഇൻഡസ്ട്രി ഒരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ലൊക്കേഷന് വേണ്ടിയിട്ട് ഏതൊക്കെ ഘടകങ്ങളായിരിക്കും ആ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഒരു പ്രദേശം ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എസ് എ ആയിട്ടും അതോടൊപ്പം തന്നെ ഷോർട്ട് എസ് എ ആയിട്ടും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫാക്ടർ എന്താണെന്ന്. ഫസ്റ്റ് ഫാക്ടർ ആണ് ആക്സസ് ടു മാർക്കറ്റ്. അതായത് മാർക്കറ്റിനുമായിട്ട് ഒരു ആക്സസ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ലൊക്കേഷനായിരിക്കും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതൽ. നമുക്കൊരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് കൂടുതൽ സാധ്യതയുള്ളത് അതിന് മാർക്കറ്റുമായിട്ട് ആക്സസ് ഉണ്ടായിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണ്. അവിടെയാണ് ബയേഴ്സും സെല്ലേഴ്സും വരികയും അവർ തമ്മിൽ മീറ്റ് ചെയ്യുകയും അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഇൻറ്റൻഷൻ അനുസരിച്ച് അവരവിടെ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷനിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആ ഒരു പ്രദേശമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള ഡിമാൻഡ് കിട്ടുന്ന ഒരു പ്രദേശമാണ് എങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മളവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതിനായിട്ട് സപ്ലൈ എൻഷുർ ചെയ്യുകയും അതനുസരിച്ച് നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അവിടെ സെറ്റപ്പ് ചെയ്യുന്നതിനും നമ്മൾ തീരുമാനിക്കും. അതാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് ഫാക്ടറായിട്ടുള്ള ആക്സസ് ടു മാർക്കറ്റിൻ്റെ ഒരു റിലവൻസ് അഥവാ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അനിവാര്യത എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, അതായത് വളരെയധികം ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ജനസംഖ്യ കൂടുതലായിട്ടുള്ള ഒരു പ്രദേശമാണ് എങ്കിൽ അവിടെ നിന്ന് വരുന്ന ഡിമാൻഡിൻ്റെ അളവ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെയധികം ഡിമാൻഡ് റൈസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണ് എങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള ആ ഒരു മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ എന്ത് ചെയ്യാം, നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ. അപ്പോൾ സൗത്ത് ഏഷ്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും വളരെയധികം ഡെൻസിലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഡിമാൻഡുമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാർക്കറ്റിന് ക്ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ ചെയ്യും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു, ആക്സസ് ടു മാർക്കറ്റ്. ഇതിനുള്ള സെക്കൻഡ് ഫാക്ടറാണ് ആക്സസ് ടു റോ മെറ്റീരിയൽസ്. ഏതൊരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് നമുക്ക് എന്ത് ആവശ്യമാണ്, അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ അസംസ്കൃത വസ്തുക്കളുമായിട്ട് നമ്മൾ ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ആ അസംസ്കൃത വസ്തുക്കളെ എങ്ങനെയായിരിക്കും, അത് നമുക്ക് അസംസ്കൃത വസ്തുക്കൾ നമുക്ക് കിട്ടുന്ന പ്രദേശം, അതായത് നമ്മളിപ്പോൾ ഖനനം ചെയ്യുന്നൊരു പ്രദേശമാണെങ്കിൽ ആ ഖനനം ചെയ്യുന്ന പ്രദേശത്ത് നിന്ന് നമ്മുടെ പ്രൊഡ്യൂസിങ് യൂണിറ്റ് അല്പം അകലെയാണ് എങ്കിൽ അതുവരെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാത്ത വസ്തുക്കൾ ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ അസംസ്കൃത വസ്തുക്കൾ ഖനനം ചെയ്യുന്ന ആ ഒരു പ്രദേശത്തോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു മാനുഫാക്ചറിങ് സെക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റോ മെറ്റീരിയൽ ഉള്ള പ്രദേശത്ത് തന്നെ ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ നമ്മൾ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റോ മെറ്റീരിയൽസ് എങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും, വളരെ ഹെവി ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും, ബൾക്കായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും. അത് നമുക്ക് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ആ റോ മെറ്റീരിയൽ എന്ന ആ ഒരു സെൻസിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എവിടെ നിന്നാണോ അതുമായിട്ട് നമുക്ക് ആക്സസിബിലിറ്റി ഉള്ളത് ആ റോ മെറ്റീരിയലിൻ്റെ ആക്സസിബിലിറ്റി ഉള്ള പ്രദേശത്തോട് ചേർന്ന് നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്യും, നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഓർ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് സ്റ്റീല്, സിമെൻറ്റ് ഇൻഡസ്ട്രീസ്. ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഇത്തരത്തിൽ ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ എങ്ങനെയായിരിക്കും, വളരെ ബൾക്കി ആയിട്ടുള്ള റോ മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അത് ക്യാരി ചെയ്ത് നമുക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ് വരെ കൊണ്ടുപോകുന്നതിനുള്ള കോസ്റ്റ് നമുക്ക് കുറയ്ക്കുന്നതോടൊപ്പം നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ റോ മെറ്റീരിയലിന് സമീപമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ സെറ്റപ്പ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ഫാക്ടറാണ് ആക്സസ് ടു ലേബർ സപ്ലൈ. അപ്പോൾ ലേബർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള വർക്കിങ്ങിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ലേബർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ സപ്ലൈ വളരെയധികം ഉള്ള ഒരു പ്രദേശമാണ് എങ്കിൽ ലേബർ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള
പ്രൊഡക്ഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിന് കൂടുതലായിട്ടും വേണ്ടത് മെക്കനൈസേഷനേക്കാൾ കൂടുതൽ ലേബറാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തിൽ ബൾക്കി ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് മാസീവായിട്ട് ലേബർ സപ്ലൈ എൻഷുർ ചെയ്യുന്ന ഏരിയാസിൽ നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്യും, നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മളവിടെ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും, നമുക്കവിടെ അബണ്ടൻസ് ലേബർ സപ്ലൈ ഉണ്ടോ എന്നായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലേബർ സപ്ലൈ എന്താണെന്ന് പറയാം, ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് നമുക്ക് എന്ത് പറയാം, നമുക്ക് ലേബർ സപ്ലൈയെ പറയാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ആക്സസ് ടു സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമാണ്, നമുക്ക് അവിടെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള എനർജി സപ്ലൈ ആവശ്യമാണ്. അപ്പോൾ ഇടതരമില്ലാതെ നമുക്ക് ഇത്തരത്തിൽ എനർജി സപ്ലൈ ആവശ്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് എനർജി സപ്ലൈ എൻഷുർ ചെയ്യുന്ന സെൻറ്റേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള സാധ്യതകൾ എന്താണ്, വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടർ യൂസ് ചെയ്തിരുന്ന ഒരു വസ്തുവായിരുന്നു കോൾ എന്ന് പറയുന്നത്. അപ്പോൾ കോള് നമ്മൾ വളരെയധികം യൂസ് ചെയ്തിരുന്നു, അതായത് നമ്മൾ കൽക്കരി വളരെയധികം എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഉപയോഗിച്ചിരുന്നു നമ്മുടെ ആ ഒരു മെക്കനൈസേഷന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതിനും നമ്മൾ യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു, നമ്മൾ കോളാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പിൽക്കാലത്ത് നമ്മൾ എന്ത് ചെയ്തു, കോള് നമുക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു റിസോഴ്സാണ് നമ്മുടെ എർത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ അല്പം റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിസിറ്റി കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ പെട്രോളിയവും ഇതിനോടൊപ്പം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് പെട്രോളിയം പ്രോഡക്ട്സ് നമുക്കറിയാം, അതെല്ലായ്പ്പോഴും എന്താണ്, അത് നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അതോടൊപ്പം നമുക്ക് കൂടുതലായിട്ടും റിന്യൂ ചെയ്ത് എടുക്കാനായിട്ട് കഴിയുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പോലുള്ളതാകുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. അപ്പോൾ എനർജി സോഴ്സസിന് സമീപമായിട്ടും നമ്മൾ എന്ത് സെറ്റപ്പ് ചെയ്യാറുണ്ട്, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ഒരു ഫാക്ടറാണ് ആക്സസ് ടു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ പ്രോഡക്റ്റിനെ മാർക്കറ്റൈസ് ചെയ്യുന്നതിന് മാത്രമല്ല റോ മെറ്റീരിയൽസിനെ നമുക്ക് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സിലേക്ക് കൊണ്ടുവരുന്നതിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു റൂട്ടിലാണ് എങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ സെറ്റപ്പ് ചെയ്താൽ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചാനലൈസ് ചെയ്യുന്നതിനും മാർക്കറ്റൈസ് ചെയ്യുന്നതിനും നമുക്ക് വളരെയധികം ഈസി ആയിരിക്കുമെന്ന് മാത്രമല്ല, റിലേറ്റീവ്ലി നമ്മളിപ്പോൾ ഒരു ലെസ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് കോസ്റ്റ് ലാഭിക്കാനും സഹായിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എങ്കിൽ അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യും, സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സിനെ നമുക്ക് മാർക്കറ്റിലേക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതിനും നമ്മൾ റോ മെറ്റീരിയൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രദേശത്ത് നിന്നും ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ റോ മെറ്റീരിയൽസ് വന്നപ്പോൾ ബൾക്കി ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ ബൾക്കി അല്ലാത്ത റോ മെറ്റീരിയൽസ് ആണെങ്കിലോ നമുക്ക് സ്മൂത്തായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം കണക്ടിവിറ്റി ഉള്ള ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്സിലെ കണക്ടിവിറ്റി ഉള്ള അതോടൊപ്പം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചാനലൈസ് ചെയ്യാൻ സാധിക്കുന്ന റൂട്ടുമാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ഒരു ചാനലൈസേഷൻ നമ്മുടെ റോ മെറ്റീരിയൽസ് ടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് അപ് ടു മാർക്കറ്റിംഗ് വരെ കൊണ്ടുപോകാൻ സാധിക്കുകയും നമ്മുടെ കോസ്റ്റ് റിലേറ്റീവ്ലി നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നമുക്ക് എന്ത് പറയാം, ഗവൺമെൻറ് പോളിസി പറയാം. ഒരു പ്രദേശത്തെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസും റെഗുലേഷൻസും ടാക്സേഷൻ ഉൾപ്പെടെയുള്ള അവരുടെ റെഷിംസും എല്ലാം ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു രീതിയാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയാസ് സെറ്റപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ എന്തില്ല, അവിടെ ഇൻഡസ്ട്രിയൽ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെഷിമല്ല നിൽക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് കൂടുതലായിട്ട് എന്ത് കാണുവാൻ സാധിക്കില്ല, നമുക്ക് ഇൻഡസ്ട്രിയൽ ഏരിയാസ് കാണുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കേരളത്തിൻ്റെ തന്നെ എക്സാമ്പിൾ നോക്കുകയാണ് എങ്കിൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ലെവൽ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ സൗണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സൗണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടർ ഇല്ലാത്തതെന്ന് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ മെഷേഴ്സ് കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴേക്കും
നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോൾ ട്രേഡ് യൂണിയൻ അതോടൊപ്പം തന്നെ വർക്കേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ബിസിനസ്മാന് ഒരു അൺഫ്രണ്ട്ലി ആയിട്ട് ഉള്ള ഒരു ക്ലൈമറ്റാണ് ഇവിടെയുള്ളത്, കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇവിടെ ഇൻഡസ്ട്രീസ് ഒന്നും കാണുവാനായിട്ട് നമുക്ക് സാധിക്കാത്തത്. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ ക്രിയേറ്റ് ചെയ്തിരുന്ന പ്രശ്നങ്ങളുണ്ട്. ലേബർ സ്ട്രൈക്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ മുൻപ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവിടെ എന്താണെന്ന് പറയുന്നത്, ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് എന്തിന് ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത്. കേരളത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗവൺമെൻറ് പോളിസി എന്ന് പറയുമ്പോൾ അതിലൊരു എക്സാമ്പിളായിട്ട് കേരളം നമ്മൾ കോട്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഗുജറാത്ത് പോലുള്ള മറ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻഡസ്ട്രീസിനും അതോടൊപ്പം തന്നെ പുതിയ ബിസിനസ്സുകൾക്കും വളരെയധികം സ്വീകാര്യതയുള്ള ഒരു പോളിസി മെഷർമെൻ്റാണ് അവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കൂടുതലായിട്ട് നമ്മളവിടെ ലൊക്കേറ്റ് ചെയ്യാത്തതും അതോടൊപ്പം തന്നെ അവിടെ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ റീജിയൻസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ഈ ഫേവറബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ലിങ്ക് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇൻഡസ്ട്രികൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പല ഇൻഡസ്ട്രീസും ഉണ്ടായിരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആകുമ്പോഴത്തേക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു എന്ന് പറയുന്നത് വാഹനങ്ങളായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എൻജിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റൊരു ഇൻഡസ്ട്രി ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന് ആവശ്യമായിട്ടുള്ള ടയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റൊരു ഇൻഡസ്ട്രി ആയിരിക്കും. അപ്പോൾ ഒരു കോർ ഏരിയ ആയിട്ടുള്ള ഓട്ടോമൊബൈൽ എന്ന് പറയുന്ന ഒരു കോർ ഇൻഡസ്ട്രി ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് നിരവധി പെരിഫറൽ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എൻജിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർ അതോടൊപ്പം തന്നെ ഇപ്പോൾ ടയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ഇൻഡസ്ട്രികളെല്ലാം ഈ ഒരു കോർ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന പെരിഫറൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ലിങ്ക് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും നമുക്ക് എന്തായിട്ട് പറയുവാനായിട്ട് സാധിക്കും, ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ് ആണ് ആക്സസ് ടു മാർക്കറ്റ്, സെക്കൻഡ് വൺ ആക്സസ് ടു റോ മെറ്റീരിയൽസ്, തേർഡ് വൺ ആക്സസ് ടു ലേബർ സപ്ലൈ, ഫോർത്ത് വൺ ആക്സസ് ടു സോഴ്സ് ഓഫ് എനർജി, ഫിഫ്ത്ത് വൺ ആക്സസ് ടു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, സിക്സ്ത് വൺ ഗവൺമെൻറ് പോളിസീസ്, സെവൻത് ആൻഡ് ഫൈനൽ വൺ ലിങ്ക് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ ഫാക്ടേഴ്സിൻ്റെ എല്ലാം സവിശേഷത എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ചൂസ് ചെയ്യുന്നതിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ 7 ഫാക്ടേഴ്സും. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് ഒരു കോൺസെപ്റ്റാണ്, അതായത് ഫുഡ് ലോസ് ഇൻഡസ്ട്രി എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. അപ്പോൾ ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലാതെ നിലനിൽക്കുന്ന ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഫ്രീ ഇൻഡസ്ട്രീസ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള ആക്സസിബിലിറ്റി ടു റോഡ് നെറ്റ്വർക്കാണ് ഇത്തരത്തിലുള്ള ഫുഡ് ലോസ് ഇൻഡസ്ട്രീസിൻ്റെ ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ഇൻഡസ്ട്രി കോൺസെപ്റ്റിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്നത് ഫുഡ് ലോസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്. ഈ ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ടൈപ്പ് റോ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ പാറ്റേൺ അല്ല. ഇപ്പോൾ റോ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ പാറ്റേൺ ആണ്. അതോടൊപ്പം തന്നെ ഇവരെ അഫക്റ്റ് ചെയ്യുന്ന ഇവരുടെ ആ ഒരു ലൊക്കേഷനെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ആക്സസിബിലിറ്റി ടു റോഡ് നെറ്റ്വർക്കാണ് ഇവരുടെ ആ ഒരു ലൊക്കേഷനെ പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് ഇൻഡസ്ട്രീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഇൻഡസ്ട്രീസിനെ അതിൻ്റെ ഓരോ ക്യാരക്ടറിൻ്റെ ബേസിൽ വിവിധ തരത്തിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് സൈസ്. ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. പ്രധാനമായിട്ടും സൈസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രീസിനെ 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓർ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് ആണ്. രണ്ടാമത്തേത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. മൂന്നാമത്തേത് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സൈസ്.
ഓൺ ദ ബേസിസ് ഓഫ് സൈസിൽ പ്രധാനമായിട്ടും ഇൻഡസ്ട്രീസിനെ എത്രയായി തരംതിരിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓർ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് വൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. തേർഡ് വൺ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓർ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് പോലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു പ്രൊഡ്യൂസിങ് യൂണിറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും? നമ്മുടെ വീടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ് ആണ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ സ്മോളസ്റ്റ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും. അതായത് നമുക്ക് പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യുക? അവരുടെ പ്രോഡക്ട്സ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ടൂൾസും എങ്ങനെയുള്ളതായിരിക്കും? സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ആയിരിക്കും. ഇവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവരുടെ പ്രോഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എവരുടെ ഗുഡ്സ് ആയിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതായത് അവർക്ക് കൂടി ഉപയോഗിക്കാൻ സാധിക്കുന്നതും മിച്ചമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെയുള്ള ലോക്കൽ ആയിട്ടുള്ള ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് സപ്ലൈ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? ഈ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുക. ഇവരുടെ റോ മെറ്റീരിയൽസ് എങ്ങനെയായിരുന്നു? ലോക്കലി അവൈലബിൾ റോ മെറ്റീരിയൽസ്. ഇവരുടെ ടൂൾസ് എങ്ങനെയായിരുന്നു? സിമ്പിൾ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് എങ്ങനെയുള്ള നേച്ചർ ആയിരിക്കും? ഇവരുടെ പ്രോഡക്ട്സിൻ്റെ മെയിൻ നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇവരുടെ പ്രോഡക്ട്സ് ആയിരിക്കും ഇവർ പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ചിലപ്പോൾ ഇവരുടെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ട് ആയിരിക്കും ഉപയോഗിക്കുക. അതിൽ മിച്ചമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇവർ ലോക്കലായിട്ടുള്ള മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അത് സപ്ലൈ ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിന് പ്രധാനമായിട്ടും എന്തിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നില്ല? ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതലായിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊഡ്യൂസിങ് പാറ്റേൺ ആണ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി അഥവാ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണ്? ഇതിൽ കൂടുതലായിട്ട് എന്തിൻ്റെ ആവശ്യമില്ല? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യകതയും ഇതിൽ കൂടുതലായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇവരുടെ പ്രോഡക്ട്സ് എങ്ങനെയായിരിക്കും? ലോ കൊമേഴ്സ്യൽ സിഗ്നിഫിക്കൻസ് ആയിരിക്കും ഇവരുടെ പ്രോഡക്ട്സിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുക. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇവരുടെ പ്രോഡക്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് മാറ്റ്സ് നമുക്ക് കാണാം, ഫർണിച്ചേഴ്സ്, ഷൂസ്. ഈ ഫർണിച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബാംബു ബേസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, അതോടൊപ്പം തന്നെ ഷൂസ്, കണ്ടെയ്നേഴ്സ്, ഫാബ്രിക്സ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഈ കോട്ടേജ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് കോട്ടേജ് ഇൻഡസ്ട്രിയിൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴത്തേക്കും സ്മോൾ ആയിട്ടുള്ള പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ് ആയിരിക്കും. ഹൗസ് ഹോൾഡുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമുക്ക് ഇവയെ കാണുവാനായിട്ട് സാധിക്കുക. ട്രാൻസ്പോർട്ടേഷൻ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അധികം ആവശ്യമില്ലാത്ത ലോക്കലി അവൈലബിൾ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് സിമ്പിൾ ടൂൾസിൻ്റെ ഉപയോഗത്താലാണ് ഇത്തരത്തിലുള്ള എവരുടെ പ്രോഡക്ട്സ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിൻ പ്രോഡക്ട്സ് നമ്മൾ നോക്കിയപ്പോൾ ഫാബ്രിക്സ് പറഞ്ഞു, അതുപോലെ ഫർണിച്ചേഴ്സ് പറഞ്ഞു, ബാംബു ബേസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ്, സിമ്പിൾ ഫർണിച്ചേഴ്സ്, മാറ്റ്സ്, കണ്ടെയ്നേഴ്സ് ഒക്കെയാണ് മെയിനായിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ്. സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് എന്ന് പറയുമ്പോഴേക്കും ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസിനെ അപേക്ഷിച്ചിട്ട് അല്പം കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ടെക്നിക്സും അതോടൊപ്പം തന്നെ പ്ലേസ് ഓഫ് മാനുഫാക്ചറിങ്ങും ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക? സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്ങിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അല്പം റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ആരുമായിട്ടാണ് നമ്മൾ റിലേറ്റീവായി പറയുന്നത്? ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയേക്കാൾ അല്പം കൂടി ബെറ്റർ ആയിട്ടുള്ള ടെക്നിക്സും അതോടൊപ്പം തന്നെ പ്ലേസ് ഓഫ് മാനുഫാക്ചറും ആയിരിക്കും ആർക്കുണ്ടായിരിക്കുക? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറേഴ്സിന് ഉണ്ടായിരിക്കുക. ഇവരും അല്പം കൂടി ലോക്കലായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പ്രൊഡക്ഷൻ യൂണിറ്റ്സ് റൺ ചെയ്യുന്നത്. അതിൽ സിമ്പിളായിട്ട് അവർ ഉപയോഗിക്കുന്ന മെഷീൻസ് എന്ന് പറയുന്നത് പവർ ഡ്രിവൺ ആയിട്ടുള്ള സിമ്പിൾ പവർ ഡ്രിവൺ മെഷീൻസ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. ഇവരുടെ വർക്കേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സും സിമ്പിൾ ആയിട്ടുള്ള പവർ ഡ്രിവൺ ആയിട്ടുള്ള മെഷീൻസും യൂസ് ചെയ്താണ് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്സ് എന്ത് ചെയ്യുന്നത്? അവർ വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എന്താണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഇവർ കൂടുതലായിട്ടും ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ടൈപ്പ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ബ്രസീൽ അവരെല്ലാം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ഹൈലി പോപ്പുലേറ്റഡ് ആകുമ്പോഴേക്കും നമ്മളവിടെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കാണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പരിഹരിക്കാൻ പറ്റും? ഒരു പരിധിവരെ അൺഎംപ്ലോയ്മെൻ്റ് എന്നുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്കായിട്ടുള്ള ഈ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ് ഇത്തരത്തിൽ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിക്കുക.
ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതാണ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്. ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അവരതിനു വേണ്ടിയിട്ട് എനോമസ് എനർജി കൺസംഷൻ അവരുടെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവരുടെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പറഞ്ഞപ്പോൾ സെമി സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു സിമ്പിൾ പവർ ഡ്രിവൺ മെഷീനാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതോടൊപ്പം തന്നെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെക്കാനിസമും ആയിരിക്കും നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുക. കാര്യം എന്താണ്? കാരണം നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനാണ് ആര് ലക്ഷ്യം വെക്കുന്നത്? ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്സ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി എങ്ങനെയുള്ള ടെക്നോളജി ആയിരിക്കും? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് അവർക്ക് എനർജി ആവശ്യമായിട്ടുണ്ട്. കാരണം മാസ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തണം. അപ്പോൾ മാസ് സ്കെയിലിൽ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അത് റൺ ചെയ്യിക്കുന്നതിന് ആര് വേണം? സ്കിൽഡ് ആയിട്ടുള്ള ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ഇവർക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാനുഫാക്ചറേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഹൈലി ഡെവലപ്ഡ് പാർട്ട് ഓഫ് ദ വേൾഡ്, അതായത് നമുക്ക് വെസ്റ്റേൺ വേൾഡിൽ പ്രധാനമായിട്ടും എന്തിനെ കാണുവാനായിട്ട് സാധിക്കും? ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കാണുവാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. യുണൈറ്റഡ് കിങ്ഡം, നോർത്ത് ഈസ്റ്റേൺ പോർഷൻ ഓഫ് USA, യൂറോപ്പ്, ഇവിടെയെല്ലാം കാണപ്പെടുന്നത് ഏതാണ്? ഈ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ആണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. ഈ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനെ നമുക്ക് പ്രധാനമായി രണ്ടായിട്ട് സബ്ഡിവൈഡ് ചെയ്യാം, തരംതിരിക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ട്രഡീഷണൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻസും സെക്കൻഡ് വൺ പറയുന്നത് ഹൈ ടെക്നോളജി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻസുമാണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെ നമുക്ക് രണ്ടായിട്ട് സബ്ഡിവൈഡ് ചെയ്യാം. ഒന്നെന്താണ്? ട്രഡീഷണൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻ, ട്രഡീഷണൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയനും സെക്കൻഡ് വൺ എന്താണ്? ഹൈ ടെക്നോളജി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻ. ട്രഡീഷണൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ്സ്, അതായത് കൂടുതലായിട്ട് എനർജി കൺസംഷൻ നടത്തുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഓവർ എ പീരീഡ് ആയിട്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസ് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നതും ലാർജ് സ്കെയിലും അതായത് മാസ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്നവരുമായിട്ടുള്ളവയാണ് ആരെന്ന് പറയുന്നത്? ഈ ട്രഡീഷണൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പായിട്ട് നമ്മൾ പറയുന്ന ഹൈ ടെക്നോളജി ലാർജ് സ്കെയിൽ ആകുമ്പോൾ അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാസ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഇത്തരത്തിലുള്ള ഹൈ ടെക്നോളജി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഏതൊക്കെ പോർഷനാണ് കവർ ചെയ്തത്? നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു റോ മെറ്റീരിയൽസിനെ വാല്യൂ ബേസ്ഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ വാല്യുബിൾ പ്രോഡക്ട്സ് ആക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ആ പ്രോസസ്സാണ് സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു. അതിനുശേഷം മെയിനായിട്ട് മോഡേൺ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിംഗിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് ചെക്ക് ചെയ്തു. നമ്മളപ്പോൾ എന്തൊക്കെ പറഞ്ഞു? മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, മെക്കനൈസേഷൻ ഉണ്ട്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കി. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ പറഞ്ഞു? ആക്സസ് ടു മാർക്കറ്റ്, ആക്സസ് ടു റോ മെറ്റീരിയൽ, ആക്സസ് ടു ലേബർ സപ്ലൈ, ആക്സസ് ടു സോഴ്സ് ഓഫ് എനർജി, ആക്സസ് ടു ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗവൺമെൻറ് പോളിസീസ്, അതോടൊപ്പം തന്നെ ലിങ്ക് ബിറ്റ്വീൻ ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫുഡ് ലോസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പരിചയപ്പെട്ടു. റോ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തല്ലാതെ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇൻഡസ്ട്രി ഉണ്ട്, അതാണ് ഫുഡ് ലോസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയെ കാറ്റഗറൈസ് ചെയ്തു. അതിൽ നമ്മൾ ഫസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് സൈസ് പറഞ്ഞു. അതിൽ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത്. കോട്ടേജ് ഓർ ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രി പറഞ്ഞു. വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ ലോക്കലി അവൈലബിൾ റോ മെറ്റീരിയൽസിനെ നമ്മുടെ ലോക്കലായിട്ടുള്ള സിമ്പിൾ ടൂൾസ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവരിഡേ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവർ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടല്ല, സെൽഫ് കൺസംഷനും മിച്ചം വരുന്നുണ്ടെങ്കിൽ മാത്രം ലോക്കൽ മാർക്കറ്റിലും അവർ കൊണ്ടുപോയി അവരുടെ പ്രോഡക്റ്റ് അവർ പൂൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് കൊമേഴ്സ്യൽ വാല്യൂ ഒന്നും ഇല്ലാത്ത പ്രോഡക്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവരുടെ പ്രോഡക്ട്സ് ചെക്ക് ചെയ്തപ്പോൾ മാറ്റ്സ്, കണ്ടെയ്നേഴ്സ്, സിമ്പിൾ ഫർണിച്ചേഴ്സ്, ടൂൾസ്, ഷൂസ് ഒക്കെയാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആകുമ്പോഴേക്കും നമ്മൾ പറഞ്ഞു സെമി സ്കിൽഡ് വർക്കേഴ്സിനെയും അതോടൊപ്പം തന്നെ അല്പം സിമ്പിളായിട്ടുള്ള പവർ ഡ്രിവൺ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ലേബർ ഇൻറ്റൻസീവ് ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഇവരെന്ന് പറഞ്ഞു. ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രിയേക്കാൾ അല്പം കൂടി ബെറ്റർ ആണ് എന്നുള്ളൊരു സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇവരും സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ തന്നെയാണ്, കൂടുതൽ ലേബർ ഇൻറ്റൻസീവ് ആണ്. ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, ബ്രസീലൊക്കെ ഇതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം ഇതെന്താണ്? ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റിനെ കൗണ്ടർ ചെയ്യുന്നതിന് അവരെ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ നോക്കിയതാണ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്. ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ട് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ആണ്, ഹൈലി സ്കിൽഡ് ലേബറാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ എനർജി എങ്ങനെയാണ്? വളരെയധികം എനർജി അവർക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട് അവരുടെ ഒരു പ്രൊഡക്ഷൻ പാറ്റേണിന് വേണ്ടിയിട്ട്.
കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിന് ആവശ്യമാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലുള്ളതുപോലെ ആയിട്ട് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഹെവി ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്ക് ആവശ്യമാണ്? ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിന് ആവശ്യമാണ്. ഹൈലി ഡെവലപ്ഡ് പാർട്ട് ഓഫ് ദ വേൾഡ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ നമുക്ക് നോർത്ത് അമേരിക്കയിലും എന്ത് കാണുവാനായിട്ട് സാധിക്കും? ഇത്തരത്തിലുള്ള ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് കാണുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അതിന് 2 സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് ഏതായിരുന്നു? ഒന്ന് ട്രഡീഷണൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയനും മറ്റൊന്ന് ഹൈ ടെക്നോളജി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ റീജിയനുമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഈ ഒരു സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന പോർഷനിൽ, അതായത് ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ദയവായിട്ട് അതൊരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വിദ്യാസാറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാവുന്നതിന് വിദ്യാസാറിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക.